ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ OTT അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് മൂവിയാണ്. പ്ലാൻ ബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ചിന്നു ചാന്ദ്രി, അൽതാഫ് സലീം എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് വിശേഷം എന്ന് പറയുന്ന സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിരുന്നു തലവൻ എന്ന് പറയുന്ന സിനിമ. സോണി ലീവ് വഴി ഈ ഒരു സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ബിജു മേനോനും ആസിഫ് അലിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ തന്നെ ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത് പരാജയപ്പെട്ട സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഷാജി കൈലാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈം അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക്, അതായത് ഈ മാസത്തെ അവസാനത്തെ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒക്ടോബർ മാസത്തിലെ ഫസ്റ്റ് വീക്കോ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഡിമോണ്ടി കോളനി 2 എന്ന് പറഞ്ഞ തമിഴ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. അരുന്ധതി അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ സെപ്റ്റംബർ മാസം 27-ാം തീയതി C5 വഴി റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ മറ്റ് ഭാഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സിനിമയുടെ റിലീസ്. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് ചിയാ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത തങ്കല എന്ന് പറയുന്ന സിനിമയാണ് അടുത്തത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ സെപ്റ്റംബർ മാസം 15-ാം തീയതി അല്ലെ 20-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ സിനിമ. മറിമാൻ ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു മറാഠി സീരീസ് ആണ്. മൻവാട്ട് മർഡേഴ്സ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. സോണിലി വഴി ഒരു സീരീസ് ഒക്ടോബർ മാസം 4-ാം തീയതി ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ്, മറാഠി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹിന്ദിയിൽ നിന്നുള്ളൊരു സിനിമയാണ് കേൽക്കേൽമേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഒക്ടോബറിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് സരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞാൽ നാനി അതുപോലെ തന്നെ SJ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പാൻ ഇന്ത്യൻ ഭാഷയിലെ ഈ സിനിമ സെപ്റ്റംബർ മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലോടി 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ദളപതി വിജയുടെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സിൽ. ഒക്ടോബർ മാസം 4-ാം തീയതി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തിയേറ്ററിൽ പോയി കണ്ട സിനിമകളുണ്ടെങ്കിൽ ഈ സിനിമകളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളൊരു വീഡിയോ എൻ്റെ ഞാൻ പിന്നെ എന്താ പറയുക ബാക്കപ്പ് ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും